ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി ഇവനെ സന്തോഷിപ്പിച്ചാല് ഇവൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നറിയും. അങ്ങനെ എന്നെങ്കിലും ഇവനെ ആഹാരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതോടെ ഇവളുടെ മരണമെന്നറിഞ്ഞ് അവൾക്കിപ്പോ ശിക്ഷ കൊടുക്കും. അതിനെ ഇതൊക്കെ മൊക്ചുവാണ് ദേഷ്യത്തി അവളെ ഇവിടുത്തെ ചീഫ് കുക്കാക്കി മാറ്റിയെന്നറിഞ്ഞ് അവൾ ഇത് വെറുതെ വിടാതെ രാജാവിന്റെ അമ്മുമ്മയെ കണ്ട് ഈ കാര്യമെല്ലാം പറഞ്ഞു കൊടുക്കും. അങ്ങനെ അവൾ എന്നാണ് കണ്ടെത്തിയ അതേ ദിവസത്തിൽ തന്നെ രാജാവിന് അമ്പെയ്തും കൊല്ലാൻ നോക്കിയെന്നറിഞ്ഞ് ഇവൾക്ക് ആ ജിയോങ്ങിനെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം അവന്റെ അമ്മുമ്മയാണ് ഭയങ്കര ദേഷ്യത്തി രാജാവിന് അമ്പെയ്ത് കൊല്ലാനൊക്കെ നോക്കിയെന്നറിഞ്ഞ് ഈ സത്യം എന്താ മുമ്പേ പറയാത്തേം ചോദിക്കും. അപ്പരാണ് മുഗ്ജുവും രാജാവ് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്തെന്നറിഞ്ഞ് അവള് മാപ്പ് പറഞ്ഞിട്ട് ഇനി അവള് ചീഫ് കുക്കാക്കിയ സ്ഥിതിക്ക് രാജാവിന്റെ ജീവന് സുരക്ഷയില്ലെന്ന് പേടിച്ചിട്ട് അവളിപ്പോ നേരെ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. അങ്ങനെ ഇത് കേൾക്കുന്ന അമ്മുമ്മയും അവർക്കും അവൾ ഇവിടെ ഉള്ളത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആഹാരം ഉണ്ടാകുന്ന സ്ഥലത്ത് ഇവർക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പരാണ് ഇതേക്കുന്ന മൊക്ചും അങ്ങനെയാണെങ്കിൽ അവളുടെ ആഹാരം കഴിച്ചു നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോന്ന് പറഞ്ഞ് ഇവരൊക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കും. അവൾ ഉണ്ടാക്കിയ ഫുഡ് വല്ലതും കുറവുണ്ട് അവളെ ധൈര്യത്തോടെ ഇവർക്കും ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്കാക്കാൻ പറ്റുമെന്ന്. അതിനേശിവയുടെ ജിയോങ് ആണ് ഇപ്പൊ ഇവിടുത്തെ ചീഫ് കുക്ക് ആയതുകൊണ്ട് അവൾക്ക് താമസിക്കാൻ ഒരു മുറി കിട്ടും. അങ്ങനെ അതുകൊണ്ട് അവർ രണ്ടുപേരും ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് ഇതിനു മുമ്പ് കിച്ചണിൽ ചീഫ് കുക്ക് ആയിട്ടിരുന്ന വ്യക്തിയും ഒരു പെണ്ണ് വന്ന് നമ്മളെ ഓർഡർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് ഇവരെല്ലാം അവളുടെ ജോലി തടസ്സപ്പെടുത്താൻ വേണ്ടി ഇവിടെ പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവിടെ ഗിൽഗുമാണ് ചുമ്മാതെ അവിടെയുള്ളവരൊക്കെ കുറെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അവൾ മേടിച്ചിരിക്കുമ്പം ജിയോങ്ങും ഇതിനുമുമ്പ് അവൾ ഇവിടുത്തെ ചീഫ് അല്ലായിരുന്നു, പക്ഷെ ഇപ്പോ അവൾ ചീഫ് കുക്കാന്നറിഞ്ഞ് ഇനി ഇത് അവളുടെ കിച്ചണെന്ന് പറയും. അങ്ങനെ ഇവരിങ്ങനെ കിച്ചണിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവിടെ ഉള്ള എല്ലാരും കൂടെ ഇവര് പാചകം ചെയ്യാതിരിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കും. അതുകൊണ്ട് ഇനി ഇവളാണ് ഇവിടുത്തെ ചീഫ് കുക്ക് എന്നറിഞ്ഞ് അവരൊക്കെ ഒരു പെണ്ണിനെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവളെ പറഞ്ഞേക്കാൻ നോക്കുമ്പം അവളതൊന്നും മൈൻഡ് ചെയ്യാതെ ഇവിടുത്തെ സീനിയർ കുക്കൊക്കെ ആരാൻ ചോദിച്ചു മനസ്സിലാക്കി വെക്കും. അതുകൊണ്ട് അവരൊക്കെ ഇവളെന്തിനും ഇതൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പം അവള് സമാധാനത്തി എന്നത്തെ പോലെ ഇവര് തന്നെ രാജന് ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് അവൾ ഒന്നും ചെയ്യാൻ നടന്നു പോകുമ്പം ഇത് കേട്ട് അവരെല്ലാം വെപ്രാളത്തി ഇവളല്ലേ ചീഫ് കുക്ക് എന്ന് പറഞ്ഞ് ഇവളെല്ലാം പറഞ്ഞാലേ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവള് ജോലി ചെയ്യാനൊന്നല്ല വന്ന് അവൾ ചുമ്മാ ടൈം പാസിന് വന്നതെന്ന് പറയും. അതുകൊണ്ട് എന്നത്തെ പോലെ നിങ്ങൾ തന്നെ ആഹാരം ഉണ്ടാക്കി രാജന് കൊടുത്തോന്ന് പറഞ്ഞ് അവള് കെയർലെസ് ആയിട്ട് പറഞ്ഞിട്ട് പോകുമ്പം ഇത് കേട്ട് ബാക്കിയുള്ള എല്ലാവരും ഇവള് പാചകം ചെയ്യുന്ന വിചാരിച്ച് എല്ലാം കൊളവാക്കിയിട്ടേക്കല്ലേ എന്ന് ഇവളെ തന്നെ പാചകം ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ അവളാണ് തൽക്കാല രാജാവ് ഇവർ ജോലി ചെയ്യുന്ന നോട്ടിടാൻ വേണ്ടിയാ പറഞ്ഞേച്ചെന്ന് ഇവരോട് പറയുമ്പം അവരെല്ലാം പേടിച്ചിട്ട് അവര് നശിപ്പിച്ച എല്ലാ സാധനങ്ങളും ഇപ്പൊ പഴയതുപോലെ എടുത്തു വെച്ച് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അടുത്തേക്കൊന്ന് ഗിൽഗുമാണ് അവരെ തന്നെ വീണ്ടി പണി ചെയ്യിപ്പിച്ചത് അവൾക്ക് ഹാപ്പി ആയി എന്ന് പറയുമ്പം അതിനേശം രാജാവിന്റെ അമ്മമ്മയും ഇവളെ വിളിച്ചു വരുത്തിയിട്ട് ഇവളെ രാജാവിന് ആഹാരം ഇനിത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നുണ്ട്, ഇവളുടെ സ്കിൽസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന പറയും. അതുകൊണ്ട് അവളാണ് പേടിച്ചിട്ട് ഇനി എത്ര പേര് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇതിന് വല്ല പനിഷ്മെന്റ് ഉണ്ടെന്നൊക്കെ അവൾ ആലോചിച്ചോണ്ടിരിക്കുമ്പം അവരാണ് ഇവളുണ്ടാക്കിയ ഫുഡിൽ എന്തേലും കുറവ് കണ്ടെത്തുവാണ് ഇവളുടെ കൈ വെട്ടിക്കളയെന്ന് പറയും. അങ്ങനെ ഇതിനുമ്പ് ഇവിടെ പാചകം ചെയ്ത സീനിയേഴ്സിന്റെ കൂടെ ആയിരിക്കും ഇവൾ മത്സരിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അവളാണ് മത്സരിച്ച് തോറ്റുപോയ കൈയൊക്കെ പോകുമെന്ന് പറഞ്ഞ് അവളോട് പേടിച്ചിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കാണുന്ന മൊക്ചുവാണ് പറ്റുമെങ്കിൽ നീ ഇതിന് രക്ഷപ്പെട്ട് നോക്കുന്ന പറഞ്ഞ് അവൾ പുച്ഛിച്ച് അവിടെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ജിയോങ്ങിന് മനസ്സിലാവുന്ന ഇതെല്ലാം മൊക്ചു സെറ്റപ്പ് ചെയ്ത് വെച്ചാണ്. അതിനേശ് ഈ കാര്യം വന്ന് ചീഫ് സെക്രട്ടറിയും രാജാവിനോട് പറയുമ്പം അവനാണ് ഷോക്കായിട്ട് അമ്മൂമ്മയ്ക്ക് ആഹാരം അത്രയ്ക്കൊന്നും ഇഷ്ടമല്ലല്ലോ, എന്നിട്ട് അവർക്ക് അവളുടെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്നിന് അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ചീഫ് സെക്രട്ടറിയും അവൾ ഇവിടുത്തെ സീനിയർ കുക്സുമായിട്ട് മത്സരിക്കാൻ പോവുക. അതുകൊണ്ട് മത്സരിച്ച് തോറ്റ അവളുടെ കൈ വെട്ടിക്കളയെന്ന് പറയും. ഇത് കേട്ട് അവനും വെപ്രാളത്തി ഇതെന്തൊരു കോമ്പറ്റീഷനാന്ന് പറഞ്ഞ് അവനും ചെറിയ ടെൻഷനാവും. എന്നിട്ട് അടുത്ത ദിവസം ജിയോങ്ങിന്റെ കൂടെ വേറെ 2 സീനിയർ കുക്കുമായിട്ട് മത്സരിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇതി അവൾ എന്തായാലും തോറ്റോന്നറിഞ്ഞ മൊക്ചു പ്ലാൻ ചെയ്യുന്നത്. കാരണം എന്തായാലും ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും രാജാവിന്റെ അമ്മൂമ്മ നോക്കത്തില്ലെന്ന് ഇവൾക്കറിയാം. അങ്ങനെ അതിനുശേഷം രാജാവ് അവിടേക്ക് വരുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ ബഹുമാനം കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ അമ്മൂമ്മയും ഇവൻ അപ്പോയിന്റ് ചെയ്ത ചീഫ് കുക്കിന്റെ മത്സരം നടക്കാൻ പോകുന്നറിഞ്ഞ് ഇവൻ കൂടെ ചേർന്ന് കാണുന്നെന്ന് ചോദിക്കുമ്പോൾ അവനാണ് മത്സരത്തിൽ തോറ്റ കൈ മുറിച്ചു കളയെന്ന് ഇവര് പറഞ്ഞതോ അറിഞ്ഞായിരുന്നു പറയും. അങ്ങനെ അവൻ ചൂസ് ചെയ്തൊരു വ്യക്തിയെ ഇവർക്ക് എങ്ങനെ ഇങ്ങനെ സംശയിക്കാൻ തോന്നിയെന്നറിഞ്ഞ് അവനും കുറച്ച് ദേഷ്യത്തിലൊക്കെ ഇരിക്കുമ്പം അവന്റെ അമ്മൂമ്മയാണ് എന്തായാലും അവളുടെ സ്കിൽസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഈ പ്രശ്നം ഇതോടെ തീരുമെന്നറിഞ്ഞ് ഇവളെ കുറെ മന്ത്രിമാര് ഇതിനുമ്പ് പെറ്റീഷനിട്ട് എതിർത്തോണ്ട ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വെച്ചെന്നറിയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അവനും എങ്കിൽ പിന്നെ മത്സരത്തിൽ തോറ്റ അത് എല്ലാവർക്കും ഒന്നല്ലേന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പം മറ്റേ 2 ചെഫാണെ കുറച്ച് പേടിച്ചൊക്കെ ഇരിക്കും. അപ്പോഴാണ് അമ്മൂമ്മയും അവരൊക്കെ പണ്ട് തൊട്ട് ഇവിടെ ജോലി ചെയ്യല്ലേ അതുകൊണ്ട് ഇവൾക്ക് മാത്രമേ ശിക്ഷയുള്ളെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന രാജാവും അങ്ങനെ പറഞ്ഞ എങ്ങനെ അമ്മൂമ്മ മത്സരം എന്നായ അതിന് ന്യായമൊക്കെ ഉണ്ട്, എങ്കിൽ പിന്നെ തോറ്റുപോയത് ആരായാലും അവരുടെ കൈ നമുക്ക് മുറിച്ചു കളയണം, അതുകൊണ്ട് ഈ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് മാത്രമേ അവരുടെ കൈ കാണത്തുള്ളൂ എന്നിന് അവൻ അവരോടൊക്കെ പറയുമ്പം ഇത് കേട്ട് എല്ലാരും കൂടെ പേടിച്ചു പോയിരിക്കും. അങ്ങനെ സത്യത്തിൽ കൈ വെട്ടിക്കളയുള്ള കത്തിയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴാണ് ജിയോങ്ങാണ് അവളുടെ കൈ പോകുമോ ദൈവമെന്ന് പറഞ്ഞ് അവളുടെ ജീവൻ ഇപ്പൊ തന്നെ പോയി തുടങ്ങും. അങ്ങനെ അതിനുശേഷം മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് അവളാണ് ധൈര്യത്തിൽ അവൾക്ക് വേണ്ടി തിരിച്ച് വീട്ടിലൊക്കെ പോകണം എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ മത്സരത്തിൽ വിജയിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവളെ കാണുന്ന രാജാവാണ് സത്യത്തിൽ ഇവള് ഫ്യൂച്ചറിൽ നിന്ന് വരുവാണ്, ഇവളെ കൊണ്ട് മാത്രമേ ഇതുവരെ ഇവിടെ കഴിക്കാൻ
വിചാരിക്കാത്ത ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ഇവള് വിജയിക്കാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ദിനേശ് എന്തൊക്കെ സമയമാണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം. അങ്ങനെ ഗ്രാൻഡ് ക്യൂനും ഇവർ മത്സരം സ്റ്റാർട്ട് ചെയ്ത് വെക്കുമ്പോഴാണ് അവരെ പന്നീർ വെച്ചുണ്ടാക്കുന്ന ഒരു ഫുഡും അതിന്റെ കൂടെ തന്നെ സൂപ്പും ഉണ്ടാക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതിൽ ആരാണ് ബെസ്റ്റ് ആയിട്ട് വരുന്നത് അവരായിരിക്കും മത്സരത്തിൽ വിജയിക്കാൻ പോകുന്നത്. അങ്ങനെ അതും പറഞ്ഞ് ഇവർക്ക് 2 മണിക്കൂർ സമയം തരുമ്പോഴാണ് രാജാവാണ് ഇവളെ നോക്കി എന്നെ കൊണ്ട് പറ്റും കിന്നിയെന്ന് പറഞ്ഞ് അവനും ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് ഇവനെന്തോ പുച്ഛിച്ചൊക്കെ ചിരിക്കുന്നതെന്ന് പറഞ്ഞ് അവളെ തെറ്റായിട്ട് മനസ്സിലാക്കും. എന്നിട്ട് പാചകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ മത്സരം സ്റ്റാർട്ടായി അടുത്ത സെക്കൻഡിന് ഇവർ എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് മറ്റേ 2 കുക്കും കൂടെ ഇവൾക്കൊന്നും കിട്ടാത്ത രീതിയിൽ എല്ലാ സാധനങ്ങളും അടിച്ചു വാരിക്കൊണ്ടുപോകും. അങ്ങനെ അതുകൊണ്ട് അവളാണ് മൊത്തത്തിൽ അപ്സെറ്റായി ഇവർക്ക് മനസ്സാക്ഷിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവള് ബാക്കിയുള്ളത് മാത്രം അവളിനെ എടുത്തു വെച്ചോണ്ടിരിക്കും. അതിനുശേഷം അവളും ഇതും കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൾക്കാണ് ഒരു ഐഡിയ എത്തും. രാജാവിന്റെ അമ്മൂമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തലകറക്കൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് വിചാരിച്ച് ഇവളാണ് അതിന് മരുന്നായിട്ട് കുറച്ച് ചീരയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യും. പക്ഷെ ഈ കാലഘട്ടത്തിലുള്ളവർക്ക് അതൊരു ഫുഡായിട്ട് കൂട്ടാന്ന് ആർക്കും അറിയത്തില്ല. അതിനുശേഷം അവിടേക്ക് വരുന്ന രാജാവിന്റെ ജോലിക്കാരാണ് ഇവൾ ഇതുവരെ പാചകം ചെയ്യാൻ പോയില്ലെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ടെൻഷനായിട്ട് അവൾക്ക് പാചകം ചെയ്യാനുള്ള സോസ് ഒന്നും കിട്ടിയില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അങ്ങേരും എങ്കിൽ പിന്നെ വേറെ സ്ഥലത്ത് കുറച്ച് സാധനം ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഇവൾ ഇവിടെ ഇങ്ങനെ സാധനം തപ്പുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടെ പാചകം ചെയ്തു തുടങ്ങി. അങ്ങനെ അതുകൊണ്ട് അമ്മുമ്മയും മൊക്ചും കൂടെ ഇവർ രണ്ടുപേരായിരിക്കും വിജയിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞ് അവർ സന്തോഷത്തിലൊക്കെ ഇരിക്കുമ്പം ഇവിടെ രാജാവാണ് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവൾ അങ്ങോട്ടേക്ക് വന്ന ഉടനെ ഇവനെ സന്തോഷത്തി ഇവൾ എന്തോ ഇന്ന് വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് അവൻ ഇവിടെ എക്സൈറ്റ്മെന്റോടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ കുക്കിംഗ് സ്റ്റൈൽ കണ്ടിട്ട് എല്ലാവരും കൂടെ ഷോക്കായി ഇങ്ങനെയൊക്കെ പാചകം ചെയ്യുമെന്ന് പറഞ്ഞ് അവരെ കന്തമിട്ട് നിൽക്കും. അതിനുശേഷം അവളും ചീര എടുക്കുമ്പം ഇവൾ എന്തൊരു ഇല അതിനകത്ത് ചേർക്കുന്നതെന്ന് പറഞ്ഞ് അവർക്കൊന്നും മനസ്സിലാവത്തില്ല. അതുകൊണ്ട് രാജാവിന്റെ അമ്മുമ്മയാണ് അവള് പാചകം ചെയ്യുന്ന കണ്ടാൽ തന്നെ അവള് വിജയിക്കത്തില്ലെന്ന് അറിയാന്ന് പറയുമ്പം ഇത് കേൾക്കുന്ന രാജാവും അങ്ങനെ മത്സരം തിന്നുമ്പോ പറയാൻ പറ്റത്തില്ല, ആഹാരം കഴിച്ചു നോക്കിയിട്ട് ഇവർക്ക് അതൊക്കെ തീരുമാനിക്കാൻ പറ്റത്തുള്ളെന്ന് പറഞ്ഞ് അവൻ അവളെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കും. അങ്ങനെ ഇവിടെ ജിയോങ്ങും അവളും പാചകം ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് മറ്റങ്ങേര് പറഞ്ഞ് ഇവൾ ആലോചിച്ച് നോക്കുന്നത്. അതായത് രാജാവിന്റെ അമ്മുമ്മ കൊച്ചിലെ തൊട്ട് അവരുടെ അമ്മ ഉണ്ടാക്കി തന്ന ഫുഡ് കുറെ മിസ് ചെയ്യാന്ന്. അങ്ങനെ അവര് മരിച്ചതിന് ശേഷം അവർക്ക് ആഹാരത്തിനോടുള്ള ഇഷ്ടമൊക്കെ പോയി തുടങ്ങി. അതുകൊണ്ട് ഇവള് മത്സരത്തിൽ വിജയിക്കണേ ആ അമ്മുമ്മയുടെ അമ്മ ഉണ്ടാക്കിയ പോലെ തന്നെ ഇവൾ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഇവൾ ആലോചിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആ സൂപ്പിനകത്ത് അവരെന്തായിരിക്കും ആഡ് ചെയ്തെന്ന് പറഞ്ഞ് ഇവളിവിടെ നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം പുറയുന്ന ഗിൽഗുമാണ് വെറുതെ ആലോചിക്കുന്ന സമയം വേസ്റ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇതേസമയം മറ്റേ 2 കുക്കും തമ്മിൽ വഴക്കാകും. കാരണം തോറ്റ രണ്ടുപേരുടെയും കൈ പോകുന്നോണ്ട് പരസ്പരം അവർ സാധനങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ശബ്ദത്തിലാണ് അവൾക്ക് പെട്ടെന്ന് പിടിയിടുന്ന ഈ അമ്മുമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സൂപ്പ് വേറൊന്നുമല്ല, അതിനകത്ത് കക്ക ആഡ് ചെയ്താലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളെന്ന്. അങ്ങനെ അതുകൊണ്ട് അവൾ പെട്ടെന്ന് ആ സാധനം എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് പോകാൻ നോക്കുമ്പം അവിടുത്തെ ആൾക്കാരൊന്നും ഇവള് പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അതിനുശേഷം ഇവളും അവരോടൊക്കെ ഒരു സാധനം എടുക്കണമെന്ന് പറയുമ്പം ഇത് കേട്ട് അമ്മുമ്മയും പറ്റത്തില്ലെന്ന് പറഞ്ഞ് അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന രാജാവാണ് ഇവൾക്ക് എന്ത് ആവശ്യമുള്ളെന്ന് പറഞ്ഞ് അവൻ ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കുമ്പം അടുത്തിരുന്ന് മൊക്ചും ഈ സമയത്ത് അവളിങ്ങനെ പുറത്തേക്ക് പോയി എടുക്കുന്നതൊക്കെ ന്യായമില്ലെന്ന് പറയും. അങ്ങനെ മത്സരം സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഇവള് പാചകം ചെയ്യണമെന്ന് പറയുമ്പം ഇത് കേൾക്കുന്ന അവളാണ് അതിന് റൂൾസിനകത്തൊന്നും പാചകം ചെയ്യുമ്പോൾ സാധനങ്ങൾ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ഓരോ പോയിന്റൊക്കെ വെച്ച് സംസാരിക്കുമ്പം ഇത് കേൾക്കുന്ന അവരാരും തന്നെ ജിയോങ്ങിന് ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോഴാണ് ഇത് മനസ്സിലാക്കി രാജാവാണ് അവന്റെ അമ്മമ്മയോട് പറയും അവൾ പറയുന്ന പോലെ മത്സരത്തിന് മുമ്പ് ഇങ്ങനെ സാധനങ്ങളൊന്നും എടുക്കണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു പക്ഷെ അവളിതെടുത്ത് പാചകം ചെയ്താലും ഫുഡ് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് അവളുടെ 2 കൈയും കൂടെ വെട്ടിക്കളയാന്ന് ഇവനും പറയുമ്പം ഇത് കേൾക്കുന്ന അവളാണ് എടാ ദ്രോഹി എന്ന് പറഞ്ഞ് അവൾ കട്ട ദേഷ്യത്തിരിക്കും. അപ്പോഴാണ് അടുത്തിരുന്ന് മൊക്ചും ഭയങ്കര സന്തോഷത്തി അങ്ങനാണ് ശരിയെന്ന് പറഞ്ഞ് അവരൊക്കെ സമ്മതം കൊടുക്കും. കാരണം അവർക്കാർക്കും തന്നെ വിശ്വാസമില്ല ഇവളെ കൊണ്ട് നല്ലോണം ആഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതിനുശേഷം ജിയോങ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഇവൾക്കാണ് ഇനി അധിക സമയമൊന്നുമില്ലെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവൾ പേടിച്ചിട്ട് ഗിൽഗുമിന്റെ ചെവി ചെന്ന് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ഇത് കാണുന്ന മൊക്ചും അവളുടെ ആൾക്കാരെ പറഞ്ഞയച്ച് അവളെ തടയാൻ വേണ്ടി നോക്കും. അതിനുശേഷം ഇവിടെ ജിയോങ് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിൽഗും ആ കക്കയായിട്ട് അവിടേക്ക് വരുമ്പോഴാണ് ആ മൊക്ചുന്റെ ആളും വന്ന് ഇവളെ സ്റ്റെപ്പിൽ നിന്ന് തറയിലേക്ക് തള്ളിവിട്ട് അവളെ കൊല്ലാൻ വേണ്ടി നോക്കും. ഇതേ സമയം ഇവിടെ സമയം തീരാറാകുമ്പം ജിയോങ് ആണ് ടെൻഷനായി ഇവള് വന്നില്ല പിന്നെ മത്സരം തോറ്റോന്ന് പറഞ്ഞ് ഗിൽഗും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളും കുറെ മുറിവോടെ അവിടേക്ക് വരുമ്പം ജിയോങ് പേടിച്ചിട്ട് ഇവളുടെ തലയ്ക്കകത്ത് എന്തോ ചോരം ചോദിക്കും. പക്ഷെ അവളാണ് അതൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞ് ആദ്യം പാചകം ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം ഇവൾ ആ കക്കയൊക്കെ യൂസ് ചെയ്ത് അവൾ അവിടെ നിന്ന് പാചകം ചെയ്തോണ്ടിരിക്കുമ്പം ഇത് കണ്ട് അവിടെ ഉള്ളവരൊക്കെ ഇവൾ എന്തൊക്കെയാ ചേർക്കുന്നതെന്ന് അവർക്കൊന്നും അറിയത്തില്ലെന്ന് പറയും. അതുകൊണ്ട് എല്ലാം കൂടെ ചെയ്ത് ഇതുവല്ല വിഷമായിട്ട് മാറുമെന്നൊക്കെ അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇത് കേൾക്കുന്ന
രാജാവിന് ദേഷ്യം വന്നിട്ട് അവൻ ജോലിക്കേർത്ത ഒരു ചീഫ് കുക്കിനെ ഇങ്ങനെ സംശയിക്കുമെന്നറിഞ്ഞ് അവളെ സംശയിച്ച അത് രാജാവിനെ സംശയിച്ച പോലെ ആവുന്നറിയും. അങ്ങനെ അത്രയ്ക്ക് ധൈര്യമായെന്ന് ഇവനും ചോദിക്കുമ്പം അവരൊക്കെ പേടിച്ചിട്ട് പറഞ്ഞത് ഭയങ്കര തെറ്റായിപ്പോയെന്നറിഞ്ഞ് അവിടെ നിന്ന് മാപ്പ് ചോദിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം ഇവരൊക്കെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വരാണ്. മറ്റേ 2 കുക്കും എപ്പോഴത്തെയും പോലെ തന്നെ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആഹാരം ഉണ്ടാക്കിയത്. പക്ഷെ അവരുണ്ടാക്കിയ ഫുഡില് സൂപ്പൊന്നും ഇവർ പ്രതീക്ഷ പോലെ വന്നില്ലെന്നറിഞ്ഞ് അവസാനമായിട്ട് ജിയോങ്ങിന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അവരെല്ലാം അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് ഇവളൊരു നോട്ടം നോക്കും. അതുകൊണ്ട് അവളാണ് ഇവരൊക്കെ എന്ത് ഇങ്ങനെ നോക്കുന്നതെന്ന് അവൾ ഭയങ്കര ടെൻഷനിലൊക്കെ ഇരിക്കുമ്പം ഇവിടെ രാജാവും ഭയങ്കര സന്തോഷത്തി ഇവള് വിജയിച്ചെന്നറിഞ്ഞിരിക്കും. അതേസമയം അവന്റെ അമ്മുമ്മയാണ് ഇത് പണ്ട് അവരുടെ അമ്മ ഉണ്ടാക്കുന്ന അതേ സൂപ്പാന്ന് പറഞ്ഞ് അവർ വീണ്ടും അത് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർ ഇമോഷണലായി ഇങ്ങനത്തെ സൂപ്പിന് വേണ്ടിയാ അവർ കാത്തിരുന്നെന്ന് പറഞ്ഞ് അവരത് ഫുൾ അടിച്ചുവാരി കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവൾ സന്തോഷത്തി അവളുടെ ജീവൻ ഇപ്പൊ തിരിച്ചിട്ടെന്ന് അറിഞ്ഞിരിക്കുമ്പം ഇവൾ എങ്ങനെയാണ് ആ ഫുഡ് ഉണ്ടാക്കിയെന്ന് അവരിപ്പോ ചോദിച്ചു മനസ്സിലാക്കും. അപ്പോഴാണ് അവളും ഇവര് കുറെ വർഷമായിട്ട് മിസ് ചെയ്ത ആ സൂപ്പിനകത്ത് കക്കയിടാൻ മറന്നു എന്നറിയും. അങ്ങനെ അതിന്റെ ഒരു കുറവാണ് നിങ്ങൾക്ക് തോന്നിയെന്നറിഞ്ഞ് ഇവൾ ആ കാര്യം ഇപ്പൊ പറഞ്ഞു കൊടുക്കുമ്പം അവരാണ് എങ്കിൽ പിന്നെ ഈ പച്ച സാധനമൊക്കെ എന്തോന്ന് പറഞ്ഞ് ആ ഇലയെ കുറിച്ച് ചോദിക്കും. അപ്പോഴാണ് അവളും അത് മത്സരത്തിന് മുമ്പ് ഇവർക്ക് തലയിറക്കം വന്നുകൊണ്ട് അവൾ ഫുഡിനകത്ത് ചീര ആഡ് ചെയ്തെന്നറിയും. അങ്ങനെ അത് കഴിക്കുവാണ് അത് നിങ്ങൾക്കൊരു മരുന്നായിട്ട് ഫീൽ ചെയ്യുന്നറിഞ്ഞ് അവൾ ആ കാര്യമൊക്കെ വിശദീകരിച്ച് പറയുമ്പം ഇവരാണ് അടുത്തിരുന്ന രാജാവും എങ്കിൽ പിന്നെ മത്സരത്തിന്റെ വിന്നർ ആരാന്ന് ഇപ്പൊ തന്നെ അറിയിച്ചല്ലോ. എന്നിനെ ജിയോങ് ആ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് അവളുടെ കൈ തിരിച്ചിട്ടെന്നറിഞ്ഞ് ഇവിടെ ഭയങ്കര സന്തോഷത്തിരിക്കും. അതിനുശേഷം മത്സരം കഴിഞ്ഞ് എല്ലാരും പോകുമ്പം രാജാവാണ് അങ്ങനെ എല്ലാരും പോയ എങ്ങനെയാന്നറിഞ്ഞ് മത്സരത്തിൽ തോറ്റ 2 പേരുടെ കൈ വെട്ടിക്കളയാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവരുടെ പേടിച്ചിട്ട് രാജാവെ ഞങ്ങളുടെ കൈ വെട്ടിക്കളയില്ലെന്ന് അവരവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പം ഇതേ സമയം ജിയോങ് ആണ് ഇത് കണ്ട് പേടിച്ചിട്ട് അവരുടെ കൈ നിന്ന് വെട്ടിക്കളയേണ്ടെന്ന് പറഞ്ഞ് ഇവളും കൂടെ ചോദിച്ചു നോക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും ദേഷ്യത്തി മത്സരത്തിൽ തോറ്റ കൈ വെട്ടിക്കളയാനല്ലേ തീരുമാനിച്ചെന്ന് പറഞ്ഞ് ഇതാരെ കൊണ്ട് തടയാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം അവൾ കുറെ കെഞ്ചിയൊക്കെ ചോദിക്കും. ഒരു കുക്കിന്റെ ജീവൻ തന്നെ കൈയാന്ന്, അതുകൊണ്ട് അത് മുറിച്ചു കളഞ്ഞ പിന്നെ അവർ ജീവിക്കുന്നതന്നെ നരകമായിട്ടെന്നൊക്കെ ഇവള് കുറെ പറഞ്ഞു നോക്കുമ്പം അവനാണ് ദേഷ്യത്തി രാജാവിന്റെ തീരുമാനത്തിന് നീ എതിർക്കാറായെന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടും. അപ്പോഴാണ് അടുത്തിരുന്ന അവന്റെ അമ്മുമ്മയും അവരെ ഈ പ്രാവശ്യം ഒന്ന് വിട്ടുകളയാൻ വേണ്ടി അവരും കൂടെ പറയും. അങ്ങനെ അവളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ ഇവര് മത്സരം നടത്തിയെന്ന് ഇപ്പൊ സമ്മതിച്ചു കൊടുക്കുമ്പം എല്ലാരും കൂടെ ഇവരെ വെറുതെ വിടാൻ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാരും മൊത്തത്തിൽ കൂട്ടത്തോടെ പറയുന്നുണ്ട്. ഇവന് പെട്ടെന്ന് തലയിറക്കം വന്നിട്ട് അവനൊന്നും ചെയ്യാൻ തോന്നാതെ ഈ ഒറ്റ തവണ മാത്രം ഇവരെ വെറുതെ വിടുമെന്നറിഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവരെല്ലാം തിരിച്ച് കിച്ചണിലേക്ക് പോകുമ്പം ജിയോങ് അവർ 2 പേരും ജീവൻ രക്ഷപ്പെടുത്തി കൊടുത്തോണ്ട് അതിലൊരാളാണ് ഇവൾക്ക് കുറെ എക്സ്ട്രാ കെയറിംഗ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവളും ബഹുമാനമൊക്കെ ഓക്കെ എന്നറിഞ്ഞ് മറ്റൊരാൾ ചുമ്മാ വെറുതെ ഇരിക്കുന്നുണ്ട്. അവൾക്ക് ദാഹം എടുക്കാന്ന് പറയുമ്പം അയാളാണ് വലിയ മനസ്സൊന്നുമില്ലാതെ ഇവൾ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരും. അപ്പോഴാണ് അവളും കൈയൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടെന്നറിഞ്ഞ് ഇവൾ അത് വീണ്ടും ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അങ്ങേരാണ് ഇവൾക്ക് താങ്ക്സ് അറിയാൻ വേണ്ടി കുറെ ഇങ്ങനെ വലിച്ചു കിട്ടും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുന്ന അവളും ഒരു താങ്ക്സ് പറയാൻ ഇത്രയ്ക്ക് മടിയാണെന്നറിഞ്ഞ് ഇവരെയൊക്കെ കളിയാക്കി പറഞ്ഞയക്കുമ്പം ഗിൽഗുമാണ് ഭയങ്കര സന്തോഷത്തി നമ്മളിത് പൊളിച്ചെടുക്കുമെന്നറിഞ്ഞ് അവരിവിടെ നിന്ന് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ജിയോങ്ങും ഇവളുടെ തലയ്ക്ക് സദ്യത്ത് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളാണ് ആ കക്ക കൊണ്ടുവരുമ്പോ ആരാണ്ട് പിടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് പറയും. പക്ഷെ ആരാന്നൊന്ന് മനസ്സിലായില്ലെന്ന് പറയുമ്പം ഇവള് പേടിച്ചിട്ട് എങ്കിൽ പിന്നെ ഇവൾക്കൊല്ലാം സംഭവിച്ചോന്ന് പറഞ്ഞ് മൊത്തത്തിൽ പേടിച്ചു വരിക്കുമ്പം ഗിൽഗുമും ആ സമയത്ത് അന്ന് മാസ്ക് ഇട്ട് വന്ന് അയാളന്ന് രക്ഷിച്ചെന്നറിഞ്ഞ് ഇവളും കുറച്ച് നാണിച്ചൊക്കെ ഇരിക്കും. അതിനേശം ഇവളെ രാജാവ് ജിയോങ്ങിനെതിരായിട്ട് ചെയ്തതെല്ലാം മൊക്ചോ എന്ന് മനസ്സിലാക്കി അവൻ നേരെ അവളെ കാണാൻ വേണ്ടി അവിടേക്ക് വരും. അതുകൊണ്ട് അവൻ ജോലി ചേർത്ത് ഒരു വ്യക്തിയെ തന്നെ ഇവൾ സംശയിക്കുന്നോ ചോദിക്കുമ്പം അവളും പേടിച്ചിട്ട് രാജാവിന്റെ അമ്മയെ കൊന്നവരെയൊക്കെ പ്രതികാരം ചെയ്യാനുള്ള കാര്യം മറന്നുപോയെന്ന് ചോദിക്കും. അങ്ങനെ രാത്രി പകൽ ഉറങ്ങാതെ അന്ന് അവര് മരിച്ച കാര്യമൊക്കെ ഇവൻ എപ്പോഴും ഓർത്തെടുക്കുന്നില്ലെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട് അവനാണ് പെട്ടെന്ന് ദേഷ്യത്തി അവന്റെ അമ്മയ്ക്ക് നടന്നതിനെ കുറിച്ചൊന്നും ഇപ്പൊ സംസാരിക്കണം എന്ന് പറഞ്ഞ് അവളെ മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് മൊക്ചുവും ആരാന്നോലും അറിയാത്ത ഒരു പെണ്ണിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി എങ്ങനെ ആ ചീഫ് കുക്കാക്കി മാറ്റിയെന്ന് പറഞ്ഞ് ഇവൾക്ക് അവളോട് നല്ല സംശയം ഉണ്ടെന്ന് പറയുമ്പം അവനാണ് എങ്കിൽ പിന്നെ ആദ്യം ഇവരോടൊന്ന് സംസാരിച്ചോടെന്ന് പറഞ്ഞ് ഇവളെ ചെയ്തത് അവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും രാജാവിന്റെ അച്ഛൻ ഇതേപോലെ സ്വന്തം ഭാര്യയെ സംശയിച്ചോണ്ടല്ലേ ആ പ്രശ്നമൊക്കെ വന്നേന്ന് പറഞ്ഞ് വീണ്ടും ഇവന്റെ അമ്മയെ കുറിച്ച് പറയുമ്പം അവന് വീണ്ടും ആ തലയിറക്കം വന്ന് ഇവന്റെ കൺട്രോൾ മൊത്തത്തിൽ അങ്ങ് പോകും. അതുകൊണ്ട് അവനും ദേഷ്യത്തി ഇവളുടെ അടുത്ത് നിന്ന് മാറി എന്ന് അവൻ അവിടെ നിന്ന് ഇറങ്ങും. അതുകൊണ്ട് അന്ന് രാത്രി രാജാവ് ഭയങ്കര ദേഷ്യത്തിലാന്നറിഞ്ഞ് ഇവിടെ പാചകം ചെയ്യുന്നവരൊക്കെ കുറച്ച് കെയർഫുൾ ആയിട്ട് ആഹാരം ഉണ്ടായി ചെല്ലാൻ വേണ്ടി പറയും. അങ്ങനെ വല്ല തെറ്റ് സംഭവിച്ച പിന്നെ രാജാവ് 6 ജീവന് വെറുതെ വിടത്തില്ലെന്ന് ഇവരെയൊക്കെ വാൺ ചെയ്തിട്ട് പോകുമ്പം ഇവിടെ എല്ലാരും കൂടെ ഇന്നത്തോടെ കഥ തീർന്നെന്നറിഞ്ഞ് അവര് മൊത്തത്തിൽ പേടിച്ചു പോകും. കാരണം രാജാവിന് ഇങ്ങനെ ദേഷ്യം വരുവാണ് അവന്റെ
കൺട്രോൾ മൊത്തത്തിൽ വിട്ടുപോകും. അങ്ങനെ ആ സമയത്തൊക്കെ മൊക്ചുവിനെ കൊണ്ട് മാത്രമേ അവനെ സമാനപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ കേട്ടിട്ട് ഇപ്പൊ ജിയോങ് ആണ് ഇവൾക്ക് ഇങ്ങനത്തെ അവസ്ഥയൊക്കെ വരുമ്പോൾ അവളുടെ അച്ഛൻ എപ്പോഴും ഒരു പാസ്ത ഉണ്ടാക്കി കൊടുത്താണ് ഇവളെ സമാനപ്പെടുത്തുന്നത്. അതുകൊണ്ട് അതേപോലെ തന്നെ അവനും ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ് ഇവളിപ്പോ തീരുമാനിക്കും. അതുകൊണ്ട് ഇവളിങ്ങനെ പാചകം ചെയ്യുന്ന കണ്ട് ബാക്കി എല്ലാരും കൂടെ ഇതെന്തൊരു ഫുഡാന്ന് പറഞ്ഞ് അവരൊക്കെ ഞെട്ടിപ്പോയിരിക്കും. അതിനേശം ഇവര് ഫുഡ് എടുത്തോണ്ട് അവന്റെ മുറിയിലേക്ക് ചെല്ലുമ്പം അതിന് മുമ്പ് വന്ന ജോലിക്കാരെയൊക്കെ അവൻ ദേഷ്യത്തിൽ പറഞ്ഞ് ഓടിച്ചോണ്ടിരിക്കും. അതിനേശം അവിടേക്ക് ഇവരും ആഹാരം എടുത്തോണ്ട് വരുമ്പോഴാണ് രാജാവൻ ദേഷ്യത്തിൽ ഇവരെല്ലാം ആഹാരം വെച്ചിട്ട് പുറത്തേക്ക് പോകാൻ പറയും. അതോടെ ആ കൂട്ടത്തിൽ തന്നെ ജിയോങ് നൈസിന് മുങ്ങാൻ നോക്കുമ്പം അവനാണ് ആ നീല റിബൺ ഇട്ട ചീഫ് കുക്ക് മാത്രം അവിടെ നിൽക്കി, ബാക്കി എല്ലാവരും പോയിക്കോ. എന്നിന് അവളെ മാത്രം നിർത്തുമ്പം ഇവളാണ് പേടിച്ചിട്ട് ഈ നീല റിബൺ തന്നെ എന്നെ കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് അവൾ ആഹാരം എടുത്തോണ്ട് അവന്റെ അടുത്തേക്ക് ചെല്ലും. അതിനേശം അവനും ഇതെന്തോ നൂഡിൽസ് ആണോന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം അവള് നൂഡിൽസ് ഒന്നുമില്ല, ഇതിന്റെ പേര് പാസ്തയാന്ന് പറയും. അങ്ങനെ ആ പേരിട്ട് അവനൊന്നും മനസ്സിലാവാതെ ഇതെന്തൊരു പേരെന്ന് പറഞ്ഞ് അവൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പം അവള് വ്യക്തമായിട്ട് അവന് പറഞ്ഞു കൊടുത്ത് ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാന്ന് അവനിപ്പോ കാണിച്ചു കൊടുക്കും. അതിനേശം അവൻ അതേപോലെ കഴിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവനിപ്പോ ദേഷ്യത്തിലിരിക്കുന്നുണ്ട് ഇവനെ കൊണ്ട് കറക്റ്റ് ആയിട്ടൊന്നും ആഹാരം എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളാണ് ഇവന് വരെ അത് എടുത്തു കൊടുത്തിട്ട് ഇവനിങ്ങനെ വാരി കൊടുക്കുമ്പം അവനത് കഴിച്ചു നോക്കിയിട്ട് ഇത് അടിപൊളി ടേസ്റ്റാന്ന് അവനത് ഫുള്ളും വെട്ടി വാരി കഴിച്ചു തീർക്കും. അതുകൊണ്ട് അവൾ സന്തോഷിച്ചിരിക്കുമ്പം അവനാണ് ഓരോ ദിവസവും ഇവളുടെ കഴിവ് കൂടിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ് അവൻ ഭയങ്കര തൃപ്തിയായി നിറയും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.